ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 8, പേജ് നമ്പർ 713. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്നിബധ്നാതി ഭാരത. പദാനുപദം. ഭാരത, ഹേ ഭാരത. തമഃ തു തമസാകട്ടെ, അജ്ഞാനജം അജ്ഞാനത്തിൽ നിന്ന് ജനിച്ചതാണെന്ന്, വിദ്ധി അറിയുക, സർവദേഹിനാം സർവദേഹികൾക്കും, മോഹനം മോഹഭ്രാന്തികമായ, തത് അത്, പ്രമാദാലസ്യ നിദ്രാഭിഹി പ്രമാദം നിദ്ര ആലസ്യം ഇവ കൊണ്ട്, നിബധ്നാതി ബന്ധിക്കുന്നു. വിവർത്തനം. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവ ശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിൻ്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധജീവാത്മാവിനെ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. ഇവിടെ തു എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. ശരീരസ്ഥനായ ആത്മാവിൻ്റെ ഒരു പ്രത്യേക യോഗ്യതയാണ് ഈ തമോ ഗുണം എന്നതാണിതിൻ്റെ അർത്ഥം. സത്വഗുണത്തിന് നേരെ എതിരാണ് ഈ തമോ ഗുണം. സത്വഗുണത്തിലുള്ള ഒരാൾക്ക് ജ്ഞാനസമ്പാദനത്തിലൂടെ വിവേകം നേടാൻ കഴിയും. തമോ ഗുണ സ്വഭാവിക്ക് അസാധ്യമാണത്. തമോ ഗുണം ഉന്മാദത്തെ ഉളവാക്കുന്നു. ഉന്മത്തനായൊരാൾ കാര്യവിവേചനത്തിന് ശക്തനല്ല. അയാൾ പുരോഗതിക്ക് പകരം അധോഗതി പ്രാപിക്കുന്നു. വസ്തുയാഥാത്മ്യജ്ഞാനാവരകം വിപര്യ യജ്ഞാനജനകം തമഃ എന്നാണ് വൈദിക സാഹിത്യം തമോ ഗുണത്തെ നിർവചിച്ചിട്ടുള്ളത്. തമോ ഗുണബാധിതനായവന് ഒന്നിൻ്റെയും യാഥാർത്ഥ്യം സ്പഷ്ടമാവാറില്ല. ഒരു ഉദാഹരണം. തൻ്റെ മുത്തച്ഛൻ മരിച്ചു, അതുകൊണ്ട് താനും മരിക്കുമെന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മനുഷ്യൻ നശ്വരനാണ്. അവന് പിറക്കുന്ന മക്കളും മരിച്ചുപോകും. മരണം സുനിശ്ചിതമാണ്. എന്നിട്ടും ആളുകൾ ഉന്മത്തരായതുപോലെ പണം വാരിക്കൂട്ടുന്നു.
രാവും പകലും കഠിന പ്രയത്നം ചെയ്യുന്നു. ശാശ്വതനായ ആത്മാവിനെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. ഉന്മാദം തന്നെയാണിത്. ഇങ്ങനെ ഉന്മാദം ബാധിച്ചവർ ആധ്യാത്മിക ജ്ഞാനമാർഗത്തിൽ പുരോഗമിക്കാൻ ഒട്ടും താത്പര്യം കാണിക്കില്ല. ഇത്തരം ആളുകൾ അലസന്മാരാണ്. ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനായുള്ള സത്സംഗത്തിന് ക്ഷണിച്ചാൽ പോലും അവർ അതിൽ വലിയ താത്പര്യം കാണിക്കാറില്ല. രജോ ഗുണ സ്വഭാവികളെപ്പോലെ പരിശ്രമശീലരുമല്ല അവർ. ആവശ്യമുള്ളതിലേറെ ഉറങ്ങുന്നതാണ് തമോ ഗുണബാധിതരുടെ മറ്റൊരു ലക്ഷണം. മനുഷ്യന് ദിവസത്തിൽ 6 മണിക്കൂർ മാത്രമേ ഉറങ്ങേണ്ടതുള്ളൂ. എന്നാൽ തമോ ഗുണത്തിലുള്ള ഒരാൾ 10-12 മണിക്കൂർ ഉറങ്ങുന്നു. അയാൾ സദാ വിഷാദഗ്രസ്തനായും നിദ്രാലുവായും കാണപ്പെടും. ലഹരി പദാർത്ഥങ്ങൾക്കടിമപ്പെട്ടവനുമായിരിക്കും. തമോ ഗുണബദ്ധനായ ഒരുവന്റെ ലക്ഷണങ്ങളാണിവ. ഹരേ കൃഷ്ണ.